ആൽബി തുടക്കം തൊട്ടേ നീ കടമുട്ടി എങ്ങോട്ടെങ്കിലും മാറിക്കോ. എന്തിനാ? എടാ വാസ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അമ്മേ എന്താ സംഭവിച്ചത്? ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. മനുഷ്യന് വഴി കൂടെ നടക്കാൻ മേലുണ്ടായല്ലോ. ആരാടാ നിന്നെ ഈ ദുശീലങ്ങളൊക്കെ പഠിപ്പിച്ചത്? അവൻ അപ്പൊ നീയൊക്കെയാണല്ലേ എന്റെ മോനെ ചീത്തയാക്കണത്? ഒന്ന് പോയടാ. തിങ്കളാഴ്ച വെള്ളിയാഴ്ച ആവട്ടെ. ഇത്ര നാള് വെള്ളാട്ട പോക്കർന്ന് പറഞ്ഞ് ഈ ബലാല നാട്ടാരെ മുഴുവൻ പറ്റിച്ചിരുന്നാലേ. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ച? ഞാൻ ആലോചിക്കുന്നത് മറ്റൊരു കാര്യമാണ്. എന്താണ്? ശീർഷാസനം കഴിഞ്ഞാൽ ഉടൻ പദ്മാസനമാണ്. അത് കഴിഞ്ഞാൽ കുക്കുടാസനം, പിന്നെ സർവാംഗാസനം, പിന്നെ മയൂരാസനം, എല്ലാം കഴിഞ്ഞാൽ ശവാസനമാണ്. ഡോക്ടർ, ഇതുവല്ല മാനസിക രോഗം എന്തെങ്കിലും? അതും അങ്ങോട്ട് സ്ഥിരീകരിക്കാൻ പറ്റില്ല. ഏറ്റവും ഭയപ്പെടുത്തുന്ന വസ്തുത, there is no vaccination, no treatment protocol. ഇതിന് പരിഹാരം ഇല്ല. It is incurable. നീ എന്താ കാണിക്കുന്ന? ആൾക്കാര് കണ്ട തെറ്റിദ്ധരിക്കുന്ന എഴുതിക്കട. സത്യത്തിൽ നമ്മൾ മലയാളികളുടെ ഈ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാ. നീ തലേന്നാ പാത്രം മാറ്റോ. എനിക്ക് മുഖം നോക്കാതെ നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്താ തല്ലണോ? തല്ല് തല്ല്. തല്ലരുത്. അവന്റെ സമനില തെറ്റിയിരിക്കുക പാവം. ഇതെന്തോന്നാണ് ഇത്? മൃഗശാല? ഇതിനെ വല്ല മയക്കുമരുന്നും കുത്തിവെച്ച് കാലാകാലത്തേക്ക് ഒന്ന് മയക്കി കിടത്താൻ പറ്റുമോ? ഇവരെ കൊണ്ട് ഞാൻ തോറ്റ്. അവൻ കാണിച്ചു വിട്ടണ മതിൽ അത്രയ്ക്ക് അങ്ങ് ചാരണ്ട, കുറച്ച് മാറി നിൽക്ക്. അപ്പുറത്തെ സ്ത്രീകളുടെ ജയിലാ. ബാക്കിയുള്ളവനോട് തീയുണ്ട വിഴുങ്ങി നിൽക്കുമ്പോൾ അവന്റെ ഒടുക്കത്തൊരു ഡാൻസ്. പപ്പേട്ടൻ കുറച്ച് ഓവറായിരുന്നു. കുറച്ചല്ല, ശരിക്കും ഓവറായിരുന്നു. ഇനിയുള്ള രാത്രികളിൽ അതിലും മോശമായ നിലയിൽ എന്നെ പ്രതീക്ഷിക്കാം. ഇവരെയൊക്കെ തീറ്റിപ്പോറ്റുന്ന എന്നെ തല്ലാൻ ആളില്ല. ഞിട്ടാ ഒരുക്കം കണ്ടാ തോന്നും കളക്ടർ ഉദ്യോഗത്തിനെ പോണേന്ന്. സാറിനെ പോലെ തന്നെ എന്റെ അമ്മൂമ്മയ്ക്ക് മീശയില്ല, പക്ഷെ അവർ കാണാൻ സുന്ദരിയാണ്. എന്താണിത്? ആശം കൊണ്ട് മാത്രം ജീവിക്കണ ജീവിയാ? ഓ ജീസസ്, ഇതും പാഴായി പോലെ കർത്താവേ. പിള്ളേരൊക്കെ കിട്ടിയല്ലോ. നോ റീസൺ. ഞാൻ വിചാരിച്ച് നടയടിയാണെന്ന്. സാക്ഷിയാണെന്ന് പറഞ്ഞിട്ട് അന്ധകാര കോളേജിലുണ്ടല്ലോ, അവനെ പോയി പൊക്കണപ്പാ. ഇല്ല സാർ,
കുരുത്തക്കേട് ഞങ്ങൾ കാണിക്കില്ല, വേണമെങ്കിൽ ആളെ വിട്ട് തല്ലിക്കാം. നമ്മുടെ കയ്യിലും മൂർച്ചകളുണ്ട് കേട്ടോ. ഇത് പഴയ കൊച്ചൊന്നുമല്ല. ഇതൊക്കെ ടിക്ടോക്ക് വീഡിയോ കൊണ്ടുണ്ടാക്കുന്ന അടിയല്ലേ? കണ്ടില്ലേ എത്ര ആംഗിളെ ഷൂട്ട് ചെയ്യുന്നത്? ആണി കിട്ടൂട്ടോ. അവിടെ ഒരു ലൈറ്റ് കണ്ടറ. അയ്യോ എന്റെ കാഴ്ച പോയി. അയ്യോ എന്റെ കാഴ്ച പോയി. ഒരു കൊലക്കേസ് കഴിഞ്ഞ് ഇറങ്ങിയുള്ളൂ, വെറുതെ എന്നെ വീണ്ടും ജയിലിൽ കയറ്റിക്കരുത്. നീ ജെയിംസ് ബോണ്ട് ജെയിംസ് ബോണ്ട് പാനി ഫുൾ ടെക്നിക്ക് അറിയാലോ. വെള്ളോടിയിൽ എന്നോട് പിടിച്ചിരിക്കാൻ ഈ പ്രദേശത്താരമില്ല. പക്ഷെ ഒരു കാര്യം ഇവളുണ്ടല്ലോ, ഈ മിടുക്കി, ഇവളോട് കൊച്ചിൽ തോറ്റടാ. നെക്സ്റ്റ് പേഷ്യന്റ്. അവനിട്ടേക്കണെന്ന് തൂട്ടാണ് മലമ്പാമ്പിന്റെ തോല. എങ്ങനെയുണ്ടായിരുന്നു എന്റെ ആക്ടിങ്? ഒറ്റ അട്ടി ഞാൻ വെച്ച നാട്ടില് ഒരുമാതിരി തെലുങ്ക് ഉടമാതിരി ഉണ്ടായിരുന്നു. എനിക്കറിയാൻ വേണ്ടിട്ട് ചോദിക്കുക, ഈ സാധനം അടിയന്തരാവസ്ഥ കാലത്ത് ഉണ്ടായതാണോ? ശരിയല്ലേ ആര് കളിയാലും ശരിയല്ലേ? പണ്ടാളങ്ങ കൊതുകടിച്ചിട്ട് ഇരിക്കാനും പറ്റണല്ലോ. സത്യം പറ, നിങ്ങക്ക് എന്താ പറ്റിയത്? വർഷങ്ങളായി ഉറങ്ങിക്കിടന്ന എന്നിലെ കലാകാരൻ ഉണർന്നു. എനിക്കാവുന്നത് പോലെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. കളം കളം എഫക്റ്റ്, ഊവിരിയുന്ന എഫക്റ്റ്, കുട തുറക്കണ എഫക്റ്റ്, എല്ലാം. ഒന്ന് നിർത്തോ, മനസ്സമാധാനം തരൂ. സാർ ഒരു കല്ല് കിട്ടും. കല്ല കല്ല്. 1947 നമ്മുടെ മഹാത്മജി കഷ്ടപ്പെട്ട് നമുക്ക് നേടി തന്നിട്ടുണ്ട്. 75 years. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 75ാം വർഷം. 28 വർഷം തിന്നു തൂറി നേരം കളയാതെ ഈ കുടുംബത്തിന് വേണ്ടി നീ എന്താ ചെയ്തിട്ടുള്ളത്? പണിയെടുക്കുകയില്ല, പണിയെടുക്കുന്നവരെ പരിഹസിക്കുക. വെട്ടിയിട്ട മരക്കഷ്ണം പോലെ അവിടെ തന്നെ കിടക്കും. മാനുഫാക്ചറിംഗ് ഡിഫക്ട്. സിസ്റ്ററിന്റെ ഒരു പല്ല് ആടുന്നുണ്ട്. എടുക്കട്ടെ. ഇത് പറഞ്ഞാ പോരാണോ, ഇല്ലെങ്കിൽ ഇവന്റെ എഴുതി കൊടുത്തു വിട്ടാ പോരാ. ഇതുപോലെ കൊറേ എണ്ണം എന്റെ കോളേജിലുണ്ടാച്ചാ. ഒരു ഇതും വേണ്ട, നീ ആ ഫേസ്ബുക്ക് ഇതിൽ നിർത്താൻ കള. ഈ കുന്തം കാരണം മനസ്സമാനായിട്ടിരുന്ന് ഉറങ്ങാൻ കൂടെ പറ്റുന്നു. നെക്സ്റ്റ് പേഷ്യന്റ്. കല്ലുമാലയിലെ പാട്ടൊന്ന് പാടാമെന്ന് ഒത്തിരി ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. അതൊന്ന് പാടാമോ? എന്താ പാടാമോ? ഒരു പെണ്ണിന് വേണ്ടി നീ ഇത് ചെയ്യരുത്. എനിക്ക് ഗർജിക്കാൻ സമയമായി. റെഡി 1 2 3 4. മണിയേറെ തുറക്കണ ചിരിയുണ്ട്, ചിരിയിൽ ചേല് പതിഞ്ഞുണ്ട്. മണിയേറെ അയ്യോ വയ്യായേ. എന്റെ സ്വഭാവം ഇങ്ങനെ ആയിപ്പോയി മോനെ. അരിമുല്ലക്കണക്കിന് കഥയുണ്ട്. കസ്റ്റമേഴ്സിന്റെ ഡിമാൻഡ് അനുസരിച്ചുള്ള സാധനങ്ങള് പലപ്പോഴും ഞങ്ങൾക്ക് സപ്ലൈ ചെയ്യാൻ കഴിയാറില്ല. അല്ലാതെ നാട്ടുകാർ സമ്മതിക്കാനിട്ടല്ല. അരിമുല്ലക്കണക്കിന് കഥയുണ്ട്, കഥയാണ് പറയണ ഊറുണ്ട്. എന്റെ പൊന്നു മിഖാ ചേട്ടാ, എന്നെ കൊല്ലരുത്, ഞാൻ കാല് പിടിക്കാൻ ചേട്ടൻ. എല്ലാരും ചൊല്ലന തള്ളി വന്ന ചുക്കുള്ളൊരു കാര്യക്കാരൻ. എന്റെ പിള്ളേർക്ക് അച്ഛനില്ലാണ്ടാക്കരുത് പ്ലീസ്. കൊഞ്ചാൻ ഇളങ്ങി മറിഞ്ഞൊരു മാനത്തമ്പിളി പോലൊരു മാരൻ. വെരി ഗുഡ്, താങ്ക്സ്. ഇത്രയും കാലമായിട്ട് ഈ നീർക്കോലിക്ക് ഒരു ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടായില്ല. അപ്പോ ഒന്നും വിചാരിക്കരുത്, പോട്ടെ. ട്രാക്ക് മാറ്റി ഒന്ന് പിടിച്ച് മാറ്റുവാനും ഞാൻ ഇപ്പൊ വരാം. ഓണക്കമുന്തിരി പറക്ക പറക്ക മടുക്കുവോ. ഇവന്മാര് പോയില്ലേ? ഇനി സാർ ധൈര്യമായിട്ട് കേസുകൾ മറ്റു വായിച്ചോളി. ഞാൻ ഉണ്ട് ബാക്കില്. അമ്മച്ചൻ
അഫീരയുടെ മജ്ജയിൽ നിന്ന് ആ മുത്തുവിന്റെ ബീജമെടുത്ത് അരുണാചലത്തിന്റെ നെറുകയിൽ സ്ഥാപിച്ച് ആ ഭാഷയിലൂടെ പുനർജനിച്ച് അത്ഭുതം ചെയ്തെടുത്തൊരു പുതിയ കല സൃഷ്ടി. ഇത് കഴിഞ്ഞില്ല. ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. ഞാൻ പോയി നോക്കിയിട്ട് വരാം. ഓഡിയൻസിനെ ബോറടിപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. നാണോ മാനോ ഇല്ലാത്ത ഇവന്റെ അടുത്ത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ആ ഫ്ലോ അങ്ങ് പോയി. ഏതായാലും ഈ വേഷമൊക്കെ കിട്ടിയ സ്ഥിതിക്ക് നാട്ടുകാരൊന്ന് കാണിച്ചും വരാം. ഞാനൊരു സംഭവം തന്നെയല്ലേ, ഭയങ്കരമല്ല. ഈ രണ്ട് കൈയും അളിയനെ ചുടുകാട്ടിലേക്ക് എടുക്കുന്നവർ അളിയന്റെ കൂടെ ഉണ്ടാവും. അയ്യോ, ഇതിനെ ഇവിടുന്ന് പിടിച്ചു, വനത്ത് പിടിച്ചതാ. അപൂർവന നല്ല കണ്ടീഷനാണല്ലോ. അതെ. ആ സീനൊന്ന് കലക്കി പൊളിച്ചു കളയാം അല്ലേ? എന്താണ് ഞാൻ തലയും കുത്തി വെക്കണ? ഉണക്കമുന്തിരി പറക്ക പറക്ക മടുക്കുവോളം തിന്നൊക്കെ തിന്നൊക്കെ ഇത് വലിയ കഷ്ടായല്ലോ. ഉണക്കമുന്തിരി പറക്ക പറക്ക മടുക്കുവോളം തിന്നൊക്കെ തിന്നൊക്കെ. അച്ഛൻ എന്തിനാ ഇപ്പൊ ഈ പാട്ട് പാടിയത്? എനിക്കൊരു പാട്ട് പാടാൻ തോന്നി, പാടി. എന്താ കുഴപ്പമുണ്ടോ? ഉണക്കമുന്തിരി കേട്ട് കേട്ട് ഞാൻ മടുത്തു. പന്തല് മുഴുവൻ തിരക്ക തിരക്ക പെണ്ണും ചക്കനും വേർക്ക വേർക്ക. ഒരൊലക്ക കിട്ടുമോ? പെണ്ണിന്റെ മൊഞ്ച് കണ്ടോക്കിയ കണ്ടോക്കിയ ചെക്കന്റെ പത്രാസ് കണ്ടോക്കിയ കണ്ടോക്കിയ. നന്നായിട്ടുണ്ട്. ഈ കോപ്പറേം കാണിക്കാനോടോ താൻ എന്നെ അമേരിക്കന്ന് വിളിച്ചു നിർത്തിയത്? പെണ്ണും ചക്കനും കെട്ടും കഴിഞ്ഞ് നടന്നു വരുമ്പോ ചിരിക്ക ചിരിക്ക. കുറച്ചേരാ പുഴയിലേക്ക് നോക്കിന്നോ. നമ്മളെ കൊണ്ട് കഴിയില്ല ഇനി ഇവിടെ ഇരിക്കാൻ. അളേ സഞ്ജയ് കിടി പിടിക്കെടുത്തോ പോ. എന്നാ പിന്നെ ഞാൻ പോയിക്കോട്ടെ. തീർച്ചയായിട്ടും കാണണം.